നന്ദേട്ടൻ്റെ ഭാര്യ ഞാൻ ഉള്ളപ്പോൾ എന്തിനാ കണ്ണനെ ഏൽപ്പിക്കുന്നേ? നമ്മുടെ കടമല്ലേ? നന്ദൻ ഉത്തരമില്ലാതെ ഇരുന്നു. പേടിക്കാതെ പോയിട്ട് വാ നന്ദേട്ട. നന്ദൻ പുഞ്ചിരിച്ചു. അവളുടെ കവിളിൽ നന്ദൻ വലം കൈ ചേർത്ത് വെച്ചു. ആഹാ, എന്താ ഇവിടെ? ശോഭ പെട്ടെന്ന് ഇറങ്ങിയതും നന്ദൻ ഞെട്ടി എഴുന്നേറ്റു. ദേ, ഇത് മരണം നടന്ന വീടാ. അതും ഇവളുടെ അച്ഛൻ. അവൾക്ക് ബോധമില്ലെങ്കിലും നിനക്കെങ്കിലും വേണം, ശോഭ ഒന്ന് അമർത്തി പറഞ്ഞു. നന്ദൻ വേഗം മുറിവിട്ടിറങ്ങി. ചേ, ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്? അച്ഛൻ ചത്ത ദിവസം 3ആകുമ്പോഴേക്കും കെട്ടുവിൻ്റെ ചൂട് പറ്റാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നു, ശോഭ പറഞ്ഞു. ദേവു അവരെ ദേഷ്യത്തോടെ നോക്കി. അവിടെ നിന്നാൽ അവൾ എന്തെങ്കിലും പറയുമെന്ന് കരുതി അവർ വേഗം മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവിടെ അതാ നന്ദൻ ചുമര് ചാരി നിൽക്കുമ്പോൾ തന്നെ ശോഭയ്ക്ക് ഭയം തോന്നി. അമ്മായി ഒന്ന് നിന്നേ, നന്ദൻ പറഞ്ഞതും ശോഭ കൂച്ചു വിലങ്ങിട്ട പോലെ നിന്നു. എന്താ മോനെ? മരണ വീടായിട്ടും ഹാളിൽ ഒരു മനുഷ്യനില്ലല്ലോ എന്നവർ ചുറ്റിലും കണ്ണു പായിച്ചുകൊണ്ട് പ്രാഗി. ഇന്ന് പറഞ്ഞത് പറഞ്ഞു, പക്ഷെ ഇനി എൻ്റെ ഭാര്യ ഇതുപോലെയുള്ള വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ, അമ്മായിയാണ്, പ്രായമായ സ്ത്രീയാണ് എന്ന കാര്യം ഞാനങ്ങ് മറക്കും. പിന്നെ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും മക്കൾക്ക് അമ്മയെ. നന്ദൻ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടിയപ്പോൾ ശോഭ പിന്നിലേക്ക് ചുവട് വെച്ചു. എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ അവളെ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ. നന്ദൻ പറഞ്ഞിട്ട് അവരെ ഒന്ന് നോക്കി, പിന്നെ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. ശോഭ നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ചു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. നന്ദൻ ശോഭയില്ലാത്ത നേരത്തൊക്കെ ദേവുവിനോട് സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും തുടങ്ങി. ദേവുവിനും അത് മനസ്സിന് പാതി ആശ്വാസമായി. അച്ഛൻ്റെ 11-ന് ഓടി നടക്കുന്ന നന്ദനെ കണ്ടപ്പോൾ ദേവുവിന് ശരിക്കും പാവം തോന്നി. ഓരോ നോട്ടം കൊണ്ടോ ഭാവം കൊണ്ടൊക്കെയോ ദേവുവിനെ നന്ദൻ ശ്രദ്ധിച്ചു. തളർന്നുപോയ പെണ്ണിനെ നെഞ്ചോട് അടക്കി പിടിക്കാൻ മനസ്സ് വെമ്പുന്നുണ്ട്. പക്ഷെ സാഹചര്യം മോശമാണ്. കഴിച്ചില്ലേ, മരുന്ന് കഴിച്ചോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, ചില തലോടലുകൾ. ഒരു മരണ വീടായതുകൊണ്ടും മരിച്ചത് അമ്മായച്ചനായതുകൊണ്ടും വേറെ വഴിയില്ലാതെ പെണ്ണിനെ പിരിഞ്ഞിരിക്കുന്നു. 11 കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാണ് ഉത്സവം. നാരായണ അമ്പല കമ്മിറ്റിയിൽ ഉള്ളതുകൊണ്ട് ഇപ്രാവശ്യം അധികം ആഘോഷങ്ങളില്ലെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. ഉത്സവം കഴിഞ്ഞ് 2 നാൾ കഴിഞ്ഞാൽ നന്ദനും പോവും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ദേവുവിന് അവനെ വിടാൻ മനസ്സില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം വരെ നീതുവിനും നരേശനും കാത്തിരിക്കേണ്ടി വന്നു. ബന്ധുക്കൾ കുറച്ചെല്ലാം പിരിഞ്ഞു പോയപ്പോൾ ദേവു അടുക്കള മുറ്റത്തേക്ക് പോയിരുന്നു. സുമ ചായ ഇടുന്നുണ്ട്. മുറ്റത്തെ 11 കെട്ടിയ ചെറിയ പന്തൽ അഴിച്ചു മാറ്റിയിരുന്നു. നന്ദേട്ടനും കൂട്ടുകാരൊക്കെ സാധനങ്ങൾ കയറ്റി വയ്ക്കുമ്പോൾ ദർശനം അവരുടെ ഒപ്പം ചേർന്നെങ്കിലും നന്ദൻ അവനെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. നന്ദൻ ചായ പിടിച്ച് ചുറ്റിലും നോക്കി. അടുക്കള പടിയിൽ ഇരിക്കുന്നുണ്ട്. നീതു അവൻ്റെ നോട്ടം കണ്ടു പറഞ്ഞപ്പോൾ നന്ദൻ ചെറുതായി പുഞ്ചിരിച്ചു. നന്ദൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ദേവു ചായയും പിടിച്ച് കട്ടിളപ്പടിയിൽ തലചാരി വെച്ച് എങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. നന്ദൻ അവളുടെ അടുത്തിരുന്ന് മുരടനക്കിയതും ദേവു പെട്ടെന്ന് തലചരിച്ചു നോക്കി. നന്ദേട്ടനായിരുന്നു. എന്താ ഓർക്കുന്നേ? ദേവു ഒന്നും മിണ്ടാതെ പറമ്പിലെ തെക്ക് ഭാഗത്തേക്ക് നോക്കി. അവിടെ നാരായണനെ ദഹിപ്പിച്ചതാണ്. നന്ദനൊന്നും മിണ്ടാതെ ഒരു കൈകൊണ്ട് അവൾ ചേർത്ത് പിടിച്ചു. ദേവു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് വിതുമ്പി. കരയല്ലേ ദേവൂട്ടി? നന്ദൻ്റെ സ്വരത്തിൽ അപേക്ഷ നിറഞ്ഞു. നന്ദേട്ടനും കൂടി പോയാൽ നന്ദൻ പോകുന്ന ചിന്ത പോലും അവളെ വെറുപ്പ് മുട്ടിച്ചു. ഏയ്, പോയിട്ടിങ്ങ് വരില്ലേ? സ്പെഷ്യൽ പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്, ഒരു 6 മാസം. അത് കഴിഞ്ഞാൽ വരും. പക്ഷേ ട്രെയിനിങ് പോസ്റ്റൊക്കെ വേറെ നാട്ടിലാകും. നമുക്ക് വേണ്ടിയല്ലേ ദേവൂട്ടി? ഈ കടമൊക്കെ കഴിഞ്ഞ് എൻ്റെ പെണ്ണിനെ രാജകുമാരിയെ പോലെ നോക്കണം. നന്ദന് അതൊരു ജീവിത ലക്ഷ്യമാണ്. ദേവു കണ്ണു തുടച്ച് അവനിൽ നിന്ന് അകന്നിരുന്നു. നാളെ ഉത്സവമല്ലേ? അവരൊക്കെ വീട്ടിൽ കമ്പനി കൂടട്ടെ എന്ന് ചോദിച്ചു. കുറേ നാളായി നമ്മുടെ കൂടെ നിന്നതല്ലേ. കൂട്ടുകാർക്ക് കുടിക്കാൻ വീട്ടിൽ സൗകര്യം ഒരുക്കണം. അതിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മളെ കുറെ സഹായിച്ചതല്ലേ. അത് തന്നെയാ ഞാനും ഒന്നും പറയാത്തെ. നന്ദേട്ടൻ കുടിക്കുന്നുണ്ടോ? കുടിക്കട്ടെ, കുറച്ച്. നന്ദൻ മറുപടിക്കായി അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. ഇപ്പോഴും അച്ഛൻ മരിച്ച വിഷമം ഉള്ളിലുണ്ട്. മങ്ങിയൊരു ചിരി അവൾ നന്ദനായി സമ്മാനിച്ചു. ഒരുപാട് വേണ്ട, കുറച്ചു മതി. ദേവു എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എവിടേക്കാ? അമ്മയുടെ അടുത്തേക്ക്. കുറച്ചു നേരം കൂടി ഇരിക്കോ? നന്ദനെ അങ്ങനെ ചോദിച്ചപ്പോൾ ദേവുവിന് ഇരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കൂടിയിരുന്ന് കൈകൾ കോർത്തു പിടിച്ചു. ഉത്സവത്തിൻ്റെ വൈകിട്ട് ഒരു 5 മണി നേരത്ത് എസ് ഐ വിളിക്കുമ്പോൾ നന്ദൻ്റെ ഫോണ് ദേവുവിൻ്റെ കയ്യിലായിരുന്നു. ഉടനെ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കട്ടാക്കി. നിറയെ ആൾക്കാരൊക്കെ വഴിയിലൂടെ പോകുന്നുണ്ട്. ദേവു നന്ദൻ്റെ ഫോണിൽ കണ്ണനെ വിളിച്ചു നോക്കി. കുപ്പി തീർന്നതുകൊണ്ട് കണ്ണനും സുധിയും വാങ്ങാൻ പോയിരിക്കുകയാണ്. നന്ദേട്ടൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ദേവു ഒരു ഷോൾ ധരിച്ച് വേഗം നടന്നു. അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നവരുടെ തിരക്ക് കൂടി വരുന്നുണ്ട്. അവരെയൊന്നും മുട്ടാതെ നീങ്ങി നടന്നു.
അച്ഛൻ്റെ 41 ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുവരെ പുലിയുണ്ട്. തോട് കടന്ന് വീടിൻ്റെ സൈഡിലൂടെ വേലി മാറ്റിവെച്ച് കടക്കുമ്പോൾ വീടിനുള്ളിലെ ബഹളം കേൾക്കാം. വീടിൻ്റെ സൈഡിലൂടെ ഉമ്മറത്തേക്ക് വരാമെന്ന് കരുതി സൈഡിലെത്തിയപ്പോൾ തന്നെ മുറ്റത്തെ കാഴ്ച കണ്ട് തെറിച്ചു നിന്നുപോയി. നന്ദൻ്റെ നെഞ്ചിൽ ചാഞ്ഞു പൊട്ടിക്കരയുന്ന സ്നേഹ. ദേവുവിൻ്റെ ഇടംകൈ ചുമരിലമർത്തി ശ്വാസം കിട്ടാതെ നെഞ്ചിലമർത്തി കൈവച്ചവൾ പിറകിലേക്ക് നിന്നു. സ്നേഹയുടെ നെഞ്ച് നന്ദൻ്റെ നെഞ്ചോട് ഒട്ടിയാണ് നിൽപ്പ്. ദേവു വീണു പോവാതിരിക്കാൻ പാടുപെട്ടു. സ്നേഹ എന്തോ പറഞ്ഞ് കരയുമ്പോൾ നന്ദൻ അവളെ ആശ്വസിപ്പിക്കാൻ പോലും കൈകൾ ഉയർത്താതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നന്ദൻ്റെ മുഖത്ത് അവൾ ചാഞ്ഞു കിടക്കുന്നതിൻ്റെ അനിഷ്ടം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നന്ദൻ്റെ ഫോൺ ദേവുവിൻ്റെ കയ്യിൽ ഇരുന്നു മുറുകി. കണ്ണുകൾ ചുവപ്പോടെ ഒഴുകി. ഹൃദയം കീറി മുറിക്കപ്പെട്ടു. ശ്വാസം ഉയർന്നു. ശരീരത്തെ സങ്കടത്തിൻ്റെ ചൂട് വിഴുങ്ങി. ദേവു കണ്ണും മുഖവും അമർത്തി തുടച്ചു. സ്നേഹ മതി. നന്ദൻ അവളെ അടർത്തി മാറ്റി. സ്നേഹ മുഖം താഴ്ത്തിക്കൊണ്ട് കണ്ണുകൾ തുടച്ചു. നിനക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. നീ ഇങ്ങനെ തന്നെ ഓർത്ത് നടന്നാൽ വയറ്റി കിടക്കുന്ന കുഞ്ഞു വിഷമിക്കും. ഒരു കുഴപ്പം കൂടാതെ കുഞ്ഞ് ജനിക്കുന്നവരെ നീയൊന്ന് ധൈര്യമായിരിക്കെ. സ്നേഹ തലയാട്ടി. ചെല്ല്, പോയി അമ്പലത്തിൽ പോയി നല്ലപോലെ പ്രാർത്ഥിക്ക്. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. അവളുടെ തോളിലൊന്ന് തട്ടിയപ്പോൾ സ്നേഹ കണ്ണു തുടച്ച് തലയാട്ടി തിരിഞ്ഞു നടന്നു. നന്ദൻ തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന ദേവുവിനെ കണ്ടത്. ഒരു നിമിഷം ശ്വാസം വിലങ്ങിപ്പോയി. അവളെന്തെങ്കിലും കണ്ടു കാണൂ. ദേവു ഗൗരവമായ മുഖത്തോടെ നന്ദൻ്റെ അടുത്തേക്ക് നടന്നു. ഇതാ എസ് ഐ സാറ് വിളിച്ചിരുന്നു. ദേവു അവന് നേരെ ഫോൺ നീട്ടി. ദേവൂട്ടി. സ്നേഹ. ആദ്യം കോൾ ചെയ്. സാറ് എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ദേവു വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. നന്ദൻ ഫോൺ വിളിച്ച് സൈഡിലേക്ക് മാറി നിന്നു. ഫോൺ ചെയ്യുമ്പോഴും ദേവുവിൻ്റെ മുഖത്തായിരുന്നു കണ്ണ്. എന്നാൽ അവൾ മൂകമായി നേരെ നോക്കി ഇരിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞ് ദേവുവിൻ്റെ ഒപ്പം നന്ദൻ തിണ്ണയിലേക്കിരുന്നു. അകത്തു നിന്ന് സുനിയുടെയോ ആശാൻ്റെയോ ഒച്ച കേൾക്കാം. ദേവൂട്ടി. ഞാനല്ല, അവളാ. പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വെളിപ്പെടുത്തി നിരപരാധിത്വം തെളിയിക്കാൻ നിൽക്കണ്ട. എനിക്ക് നന്ദേട്ടനെ വിശ്വാസമാ. ദേവു ഒന്ന് നെടുവീർപ്പിട്ടു. നന്ദൻ അവളോട് ഇനിയെന്ത് പറയുമെന്ന ഒരു ധാരണയില്ലാതെ ആലോചിച്ചു. പക്ഷേ അവള് നന്ദേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോൾ നന്ദേട്ടൻ എന്തേ തടയാതിരുന്നേ? ദേവൂട്ടി. ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന്. വേണ്ട. ദേവു കൈ ഉയർത്തി. ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് നന്ദേട്ടനെ അറിയോ? പറഞ്ഞപ്പോൾ കരഞ്ഞു തുടങ്ങിയിരുന്നു പെണ്ണ്. ദേവൂട്ടി. ആശ്വസിപ്പിക്കാൻ കൈകൾ ഉയർത്തി കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചു. ദേവു, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരി, പക്ഷേ അവളെ തള്ളി മാറ്റാൻ കഴിയാതെ ഇരിക്കാൻ എന്താ കാരണം? ദേവു. അത് കുഞ്ഞിൻ്റെ ഒരേ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചതാ. അപ്പോഴേക്കും അവൾ നെഞ്ചിലേക്ക് ചാരി. ഞാൻ പെട്ടെന്നായതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പതറിപ്പോയി. നന്ദൻ വാക്കുകൾ കിട്ടാതെ പരതി. എനിക്കറിയാം ദേവു, നിനക്ക് സങ്കടമായി കാണും. സോറി. അറിയാതെയല്ലേ? നന്ദൻ അവളുടെ കയ്യിൽ പിടിച്ച് കെഞ്ചി. അതെ, അറിയാതെയാണ്. നന്ദേട്ടൻ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എന്തോ ആ കാഴ്ച കണ്ടതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ദേവൂട്ടി പ്ലീസ്. ഞാൻ. നന്ദൻ്റെ ഉള്ളിൽ ഭയം ഉടലെടുത്തു. ദേവു ഇതിൻ്റെ പേരിൽ തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നവൻ ഭയന്നു. അവൻ്റെ കണ്ണിലും പ്രവൃത്തികളിലും അത് പ്രകടമായിരുന്നു. നന്ദേട്ടൻ എന്തായാലും പോവാൻ നോക്ക്. എനിക്ക് കുറച്ച് സമയം വേണം ഇവിടെ കണ്ടത് മറക്കാൻ. എനിക്ക് മാത്രം അവകാശമുണ്ടെന്ന് കരുതിയതാണ്. അവിടെ മറ്റൊരുവൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. തൊണ്ടയിടറി. മോളെ. ദേവു. ഞാൻ. ഷോ. ഏത് നശിച്ച നേരത്താണാവോ? നന്ദൻ തലയിൽ കൈവച്ച് മുഖം കുനിച്ചിരുന്നു. സാറ് കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ കയറിയതല്ലേ? ഇനി അക്കാദമിയിൽ പോവണ്ടേ? ദേവു കണ്ണുകൾ തുടച്ച് തിണ്ണയിൽ നിന്നിറങ്ങി. ദേവൂട്ടി. നന്ദൻ മുഖമുയർത്തി. ദേവു എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. സത്യം. ഈ കാവിലമ്മയാണ് സത്യം. നീയല്ലാതെ മറ്റൊരുത്തിയും ഈ ചങ്കിലില്ല. ഇനി ഉണ്ടാവുകയുമില്ല. അറിയാം. പക്ഷേ എനിക്കെന്തോ ഉണ്ടായിരുന്ന സ്നേഹം അലിഞ്ഞുപോയ പോലെ. ദേവുവിൻ്റെ കണ്ണുകൾ വാശിയോടെ നിറഞ്ഞു വന്നു. ദേവൂട്ടി. നന്ദൻ ഞെട്ടലോടെ വിളിച്ച് അവൾക്കൊപ്പം താഴേക്ക് ഇറങ്ങി നിന്നു. സത്യം നന്ദേട്ട, എനിക്കിപ്പോൾ നന്ദേട്ടൻ പോകുന്നതിൽ ഒരിറ്റു പോലും ദുഃഖം തോന്നുന്നില്ല. അതിന് കാരണം ഈ കാഴ്ച തന്നെയാ. പക്ഷേ ഇതിൻ്റെ പേരിൽ നന്ദേട്ടനെ ദേവു ഒരിക്കലും പിരിയില്ല. എനിക്ക് സ്വന്തമായ നെഞ്ചിൽ ഒരുത്തി ചാഞ്ഞു കിടന്നപ്പോഴുള്ള ഒരു വേദന, അതിൻ്റെ പേരിൽ നന്ദേട്ടനെ വിട്ട് ഒരു ജീവിതമൊന്നും എനിക്കില്ല. ഇതെൻ്റെ കഴിവുകേടാവും. നന്ദേട്ടനെ അല്ലാതെ ഒരുത്തനെപ്പോലും മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയാത്തത്. കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നീ നിമിഷം ഞാൻ ഈ താലി ഊരി കയ്യിൽ തന്നേനെ. ദേവു കരച്ചിലൂടെ പറഞ്ഞപ്പോൾ നന്ദൻ പകപ്പോടെ അവളെ നോക്കി. ദേവു മോളെ. നന്ദൻ അവളെ നെഞ്ചിലേക്ക് ചേർത്താൻ നിന്നതും ദേവു അവനിൽ നിന്ന് കുതറിമാറി. വേണ്ട. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു ഈ നെഞ്ചിലൊന്ന് ചാഞ്ഞു കരയാൻ. പക്ഷേ നന്ദേട്ടൻ എൻ്റെ മുന്നിൽ വന്നില്ല.
മറ്റു പലരെയും ആശ്വസിപ്പിക്കേണ്ട തിരക്കിലായിരുന്നു. ദേവു, അങ്ങനെയല്ല, ഞാൻ വന്നിരുന്നു. നിന്റെ അപ്പച്ചി എന്നെ കടത്തിവിട്ടില്ല. പിന്നെ നിന്റെ ഏട്ടൻ ഒന്ന് അടുത്തു നിന്ന് മാറിയിട്ടില്ല. ദേവ് മുഖം കുനിച്ചു. ഒന്നും പറയണ്ട. പറയേണ്ടി വന്നാൽ കുറച്ചു നാളായി മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ വെളിയിൽ വരും. ഞാൻ വീട്ടിൽ പോവാ. ദേവു. നന്ദൻ കയ്യിൽ പിടിച്ചപ്പോൾ ദേവു ഒന്ന് തിരിഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ? എൻ്റെ സ്ഥാനത്ത് നന്ദേട്ടനാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടിരുന്നെങ്കിലോ ഞാൻ മറ്റൊരുത്തിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്? ദേവു, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പെട്ടെന്ന്. നന്ദൻ അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. വിട്, അമ്മ അവിടെ തനിച്ച. അമ്മായി എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ കരഞ്ഞു പോവും. എനിക്ക് പോകണം. ദേവു കൈവിടുവിച്ച് മുന്നോട്ട് നടന്നു. നന്ദൻ അങ്ങനെ തന്നെ നിന്നു. എൻ്റെ സ്ഥാനത്ത് നന്ദേട്ടനായിരുന്നെങ്കിലോ ഞാൻ മറ്റൊരുത്തനെ. നന്ദൻ്റെ ചെവിയിൽ അത് തന്നെ മുഴങ്ങി. അവൾ അങ്ങനെ പറയുന്നത് പോലും തന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ കാഴ്ച കണ്ട അവളുടെ അവസ്ഥ. അവൻ നെറ്റിൽ വിരൽ തിരുമ്മി. നന്ദ. സുധിയും കണ്ണനും ബൈക്കിൽ വന്നിറങ്ങി. നന്ദൻ ആശ്വാസത്തോടെ അവരുടെ കയ്യിലെ കുപ്പി വാങ്ങി പൊട്ടിച്ചുകൊണ്ട് വായിലേക്ക് കമിഴ്ത്തി. തോട് കഴിഞ്ഞ വഴിയിൽ ദേവു നിൽക്കുമ്പോൾ സ്നേഹയോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നവൾ ഉറപ്പിച്ചു. ചെറിയ ഇരുട്ടിൽ ആൾത്തിരക്കിനിടയിൽ അവൾ കണ്ടു മെല്ലെ നടന്നു വരുന്ന സ്നേഹയും അമ്മയും. ദേവു വഴിയുടെ സൈഡിലേക്ക് മാറി നിന്നു. സ്നേഹ അടുത്തെത്തിയതും ദേവുവിനെ കണ്ടു. മറികടന്നു പോകുന്ന ആൾക്കാരെ വകവയ്ക്കാതെ സ്നേഹ ദേവുവിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു. ദേവിക, സ്നേഹയോട് എനിക്ക് സംസാരിക്കാനുണ്ട്. സന്തോഷത്തിൽ ഓടി വന്നവരുടെ മുഖം ഒന്ന് ചുളിഞ്ഞുപോയി. എന്നോടോ? ഒരു നിമിഷം അവളും ഭയന്നു. കുറച്ചു മുമ്പ് നന്ദനെ അറിയാതെ സ്നേഹയുടെ ശരീരം ഒന്ന് വിറച്ചു. ദേവു കവിഞ്ഞന്തോപ്പിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ സ്നേഹയും കൂടെ ഇറങ്ങി. സ്നേഹയെ നോക്കിക്കൊണ്ട് അമ്മയും. എന്താ ദേവിക? സ്നേഹം മടിച്ചു മടിച്ചാണ് ചോദിച്ചത്. ദേവു അവളെ നോക്കി വയറിലൊന്ന് തഴുകി. എത്ര മാസമായി? 6. സ്നേഹ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിന്റെ ജീവിതം എനിക്കറിയാം. അതിലെനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിനനുസരിച്ച് ജീവിക്കാൻ നീ പഠിക്കണം. ദേവിക, പറയുന്നത് എനിക്ക്. നിന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് നിനക്കറിയില്ലേ? അത് നീ വീണ്ടും ആവർത്തിക്കരുത്. ദേവിക, എനിക്ക് മനസ്സിലായി. പക്ഷെ താൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നന്ദേട്ടൻ എനിക്കിപ്പോൾ എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാ. അത് മറ്റുള്ളവർക്ക് അറിയണ്ടേ സ്നേഹ? നമ്മളൊക്കെ നാട്ടിൻ പുറത്തുകാരല്ലേ? ഉപേക്ഷിച്ചു പോയ ഭർത്താവിൻ്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു നിന്നാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? നിന്നെ അവർ എന്തു പറഞ്ഞാലും എനിക്കറിയണ്ട. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭർത്താവ് എന്ത് പിഴച്ചു? അവന് പ്രശ്നമില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം? സ്നേഹയുടെ അമ്മ പറയുന്നു കേട്ട് ദേവി ഞെട്ടലോടെ സ്നേഹയെ നോക്കി. അമ്മയൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്നേഹയും അമ്മയുടെ പക്കൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. നീയൊന്നും മിണ്ടാതിരിക്കി. ഇവള് പെറില്ലെന്ന് നമ്മൾ കാണിച്ച ഹോസ്പിറ്റലിലെ നേഴ്സ് പറഞ്ഞതല്ലേ? നീ പെറില്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ അത് കഴിവുള്ള പെണ്ണുങ്ങളെ തേടിപ്പോയെന്ന് വരും. അവനൊരാണല്ലേ? അവനും കാണില്ലേ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്ന മോഹം? വിവാഹം കഴിഞ്ഞ് വർഷം ഒന്നായിട്ടും നിന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞോ? ഇല്ലല്ലോ. ദേവുവിന് ആ നിമിഷം ഭൂമി പിളർന്ന് ഉള്ളിലേക്ക് പോയെങ്കിലോ എന്ന് ആഗ്രഹിച്ചു. അവന് ആഗ്രഹം കാണും, ഒരു കുഞ്ഞു വേണമെന്ന്. അതാ സ്നേഹയെ തടുക്കാതിരുന്നേ. ഓഹോ, എന്നിട്ട് സ്നേഹയെ തിരിച്ചു പുണർന്നു? ഓഹോ സ്നേഹ, നന്ദേട്ടൻ്റെ കൈകൾ നിന്നെ പുണർന്നോ? അല്പം പുച്ഛത്തോടെ ദേവി ചോദിക്കുമ്പോൾ സ്നേഹ അമ്മയെ നോക്കി. അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ദേവിക ഇങ്ങനെയൊന്നും പറയല്ലേ. എനിക്കറിയാം നന്ദേട്ടൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം. അതെനിക്കും അറിയാം സ്നേഹ. നിനക്ക് ആരുമില്ലെങ്കിൽ നീ ആരുമില്ലാത്ത പോലെ ജീവിക്കണം. അല്ലാതെ. ദേവ് ബാക്കി പറയാതെ മുഖം തിരിച്ചു. ദേ കൊച്ചേ, ഒരുപാട് നകളിക്കല്ലേ. ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവനെ വേറെ കെട്ടിക്കൊടുത്ത് ഒരു കൊച്ചുണ്ടാവാൻ സഹായിക്കേ. അവൻ്റെ ജീവിതത്തിൽ ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോൾ മോൾക്ക് തന്നെ തോന്നുന്നില്ലേ അവനൊരു അച്ഛനാവണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളത്? വേണ്ട, എനിക്ക് അമ്മയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങേര് അച്ഛനും ആവണ്ട. അങ്ങനെ നന്ദേട്ടൻ്റെ ആവശ്യത്തിന് വിട്ടുകൊടുത്ത് ജീവിക്കാനല്ല ഞാൻ വിവാഹം കഴിച്ചത്. എൻ്റെ ഭർത്താവ് എൻ്റെ കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കണം. എന്നാലേ അത് നല്ലൊരു ദാമ്പത്യമാവൂ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി ഉടനെ നന്ദേട്ടനെ ഉപേക്ഷിച്ച് അങ്ങേരെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച് അവരും കൊച്ചും കുടുംബവുമായി സുഖമായി ജീവിക്കുന്നതും കണ്ട് ഞാൻ ദൂരെ നിന്ന് കണ്ണീർ വാർക്കുമെന്നാണോ അമ്മച്ചി കരുതിയേ? എങ്കിലും അമ്മച്ചിക്ക് ആളി മാറിപ്പോയി. ഇത് ദേവികയാ, ദേവിക നന്ദൻ. ദേവു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് സ്നേഹിക്ക് നേരെ തിരിഞ്ഞു. നിന്റെ മനസ്സ് കളങ്കപ്പെട്ടാലും എൻ്റെ നന്ദേട്ടൻ അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇന്ന് ഉണ്ടായ പോലെ ഇനി ഉണ്ടാവരുത്. അത് നന്ദേട്ടനെ സംശയിച്ചത് കൊണ്ടല്ല. നന്ദേട്ടൻ എൻ്റെ മാത്രം. ആ ശരീരമാണെങ്കിലും മനസ്സാണെങ്കിലും അത് ഈ ദേവിക്ക് മാത്രം അവകാശപ്പെട്ടതാ. വെറുതെ അവിടെ കടന്നു കയറാൻ ശ്രമിക്കരുത്. ഇതിലും പച്ചയായി എനിക്ക് പറയാൻ പറ്റില്ല. പോട്ടെ. ദേവിക അമ്മയെയും മോളെയും ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു. ഹോ, ഇങ്ങനെ ഉണ്ടാവോ പെണ്ണുങ്ങൾ? സ്നേഹ അത് കേട്ട് ചിരിച്ചു.
ഇങ്ങനെ ആവണ അമ്മേ പെണ്ണുങ്ങൾ. ഉവ്വ. അമ്മ കെറിവിച്ചപ്പോൾ സ്നേഹ അവരെ ചെറഞ്ഞു നോക്കി. അമ്മ വീട്ടിലേക്ക് നടക്ക്, എനിക്ക് ചിലത് പറയാനുണ്ട്. സ്നേഹ അവരെ ദേഷ്യത്തിൽ നോക്കി മെല്ലെ മുന്നോട്ട് നടന്നു. ദേവുവിന് ദേഷ്യം അടങ്ങിയില്ല. അവൾ പെറുപെറുത്തുകൊണ്ട് തിരിഞ്ഞു. അപ്പോൾ തള്ളയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് പുതിയൊരു അറിവാണ്. എന്തോ ആദ്യമായി അവൾക്ക് ഭയം തോന്നി.